ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ക്ലീനിങ്ങും പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന വേർഡിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഹൈ ബട്ടൺ വരും, അതും കൂടി ഒന്ന് ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തു എന്ന്. അപ്പോൾ മേടിച്ച കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം കാണിക്കുന്നത് മോസമ്പി ഇവിടെ ഡ്രൈഡ് ആയിട്ടുള്ളത് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് സാധനം എടുത്തപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഞാനത് വീട്ടിൽ തന്നെ അച്ചാറിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ പാക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാണിത്. അപ്പം നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ 2 വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എണ്ണയൊക്കെ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോട്ടിലൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഇതുപോലെ അർജന്റ് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് പിന്നീട് പൈസ വരുന്നതിനനുസരിച്ച് എടുക്കും. അതൊരു 6 മാസത്തിലൊരിക്കൽ നടത്തുന്ന ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇത് മാമാ എർത്തിന്റെ റോസ്മേരിയുടെ ഹെയർ ഓയിലാണ്. അപ്പോൾ ഹസ്ബൻഡിന് റീസെന്റ് ആയിട്ട് നല്ലോണം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് തേച്ചപ്പോഴത്തേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ബോട്ടിൽ കഴിയാറായി. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഒരെണ്ണം കൂടി എടുത്തത്. ഇത് പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഓയിൽ സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഞാൻ തന്നെ ചെയ്ത് വെച്ചേക്കുന്ന ഹെയർ ഓയിലാണ് തേക്കുന്നത് കേട്ടോ. ഇത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സ്റ്റീൽ ബോട്ടിൽ എടുത്തതാണ്. അത് 1 ലിറ്ററിന്റെ മറ്റോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് അളവ് കൃത്യമായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ഒരു ഹെയർ എക്സ്റ്റൻഷൻ ആമിക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് സ്കൂളിൽ എന്തെങ്കിലും ഡാൻസ് പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് അവൾക്ക് ഇനിയിപ്പോൾ യൂസ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് മേടിച്ചത്. പിന്നെ ദീപാവലി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. അഡീഷണൽ ആയിട്ട് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നതാണ് ബഞ്ചറാസിന്റെ അലോവേറയും കുക്കുംബറും കൂടി ചേർന്നിട്ടുള്ള ഒരു ജെൽ എടുത്തിട്ടുണ്ട്. അലോവേറ ജെല്ലാണ്. അതെനിക്ക് ത്രെഡിങ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റീൽ പാത്രങ്ങൾ കണ്ടോ, ഇത് ഞാൻ മേടിച്ചത് ശരിക്കും എനിക്ക് എണ്ണ ഒഴിച്ചു വെക്കാനാണ്. ഞാൻ എണ്ണ ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ മേടിച്ചതാണ്. അപ്പൊ എന്ത് മേടിച്ചു കഴിഞ്ഞാലും അത് ലോങ് ലാസ്റ്റ് ആവുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു ഗ്ലാസ് ബോട്ടിലുകളൊന്നും ഒട്ടും എന്നെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീലർ മേടിച്ചതാണ്. വെജിറ്റബിൾ പീലറാണ്. അപ്പോൾ പീലർ എടുക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രൂ ടൈപ്പ് വരാതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന മോഡൽ എടുക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതിരിക്കും. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനത്തെ കേട്ടോ. അത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പൊട്ടിപ്പോയതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മോഡൽ എടുത്തത്. പിന്നെ ഈ 6 സെറ്റ് വരുന്ന ഈ ഒരു സ്പൂൺ കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 240 രൂപയാണ്. നല്ല വർത്തായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം അങ്ങനെ എടുത്തതാണ്. പിന്നെ ഒരു സ്ക്രബ്ബർ എടുത്തായിരുന്നു കേട്ടോ. കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബാത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ്. അത് എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആണ് നടത്തിയത്. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ ഇളക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് വലിച്ചിളക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ സോപ്പ് ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കും. ഞാൻ ഓൾറെഡി നെയ്യ് ഒഴിച്ചു വെച്ചിരുന്നത് ഇതുപോലെ ഒരു സ്റ്റീൽ ബോക്സിലാണ്. അത് ആമിയുടെ LKGയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചെറിയൊരു സ്റ്റീൽ ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്താണ് ഞാൻ നെയ്യ് ഒഴിച്ചു വെച്ചത്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോഴത്തേക്കും എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓർത്തത് എന്തായാലും എല്ലാ എണ്ണയും നമുക്ക് ഇതുപോലെ സ്റ്റീൽ ബോക്സിലോട്ട് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. അപ്പോൾ അത് ഒഴിച്ചു വെക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ ഒരു എക്സോസ്റ്റ് ഫാന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ നമുക്കൊരു ശീലം ഉണ്ടായിരിക്കും അല്ലേ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നൊരു ശീലം. അത് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുറേ ഞാൻ എൻ്റെ ആ ഒരു സ്വഭാവം ഞാൻ മാറ്റിയതാണ്. പക്ഷേ എന്നാലും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ മാക്സിമം ഞാൻ ചിട്ടയോട് കൂടി തന്നെ എല്ലാം ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ അധികം മാറ്റിവെക്കുന്ന ശീലം പൊതുവിലില്ല. എന്നാലും വല്ലപ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ മറന്നു പോലെ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് അങ്ങനെ നമ്മൾ മറന്നു പോകും. മാത്രമല്ല നമുക്ക് മടിയും പിടിക്കും. മെജോറിറ്റി ആൾക്കാർക്കും ഇങ്ങനെ ഒരു സ്വഭാവം കാണും. ഇങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ പേരാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വേർഡ് ഞാൻ റീസെന്റ് ആയിട്ട് കേട്ടതാണ് കേട്ടോ. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ഒരുപാടൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാനായിട്ട് പറ്റി. അപ്പം ഞാൻ അതൊക്കെയാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ വീട്ടമ്മമാർക്കാണ് മെയിനായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കേട്ടോ. അപ്പം എങ്ങനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ മാറ്റിയെടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് നമുക്ക് നോക്കാം അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം മാറ്റി വെക്കുക
ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ചെയ്യാതെ ഒരുപാട് ദിവസത്തേക്കോ അല്ലെങ്കിൽ സമയത്തേക്കോ ഒക്കെ മാറ്റി മാറ്റി വെച്ചിട്ട് അവസാനം നമ്മളത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇതിന് ഇങ്ങനെ ഒരു പേരുണ്ടെന്നുള്ളത് എനിക്കും ആദ്യമായിട്ടാണ് അറിയാവുന്നത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നീട്ടി വെക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ഒന്നുകിൽ നമുക്ക് ആ കാര്യം എന്തെങ്കിലും ഒരു സ്ട്രെസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഭാവിയിൽ അതിൻ്റെ നെഗറ്റീവ് കോൺസിക്വൻസസ് നമുക്ക് ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ ആ ഒരു കാര്യം നീട്ടിവെക്കുന്നത്. അപ്പോൾ ഈ നീട്ടിവെക്കൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മൾ ഹോം മേക്കേഴ്സിന് മാത്രമല്ല കേട്ടോ, അതിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അതായത് ദിവസവും പഠിക്കേണ്ട പോർഷൻസ് അവർ അന്നോടൊന്ന് പഠിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ കാര്യമാണെങ്കിൽ മെയിനായിട്ട് ക്ലീനിങ് തന്നെ നമുക്ക് എടുക്കാം, ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നീട്ടി കൊണ്ടുപോകത്തില്ലേ. ജോലി ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജോലിയിൽ ഒരു ടാസ്ക് ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് ഓഫീസിലെ ജോലി ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണം, അത് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്ത് കാര്യമാണെങ്കിലും പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതില്ല, എല്ലാ മേഖലയിലും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ മറികടക്കാം എന്നും കൂടി നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ ഇത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അവർക്ക് അതിനോടുള്ള പേടിയാണ്, അതായത് തോറ്റു പോകുമോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമ്മൾ ഈ കാര്യങ്ങൾ മാറ്റി വെക്കാനായിട്ട് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പെർഫെക്ഷനിസം. ചില ആളുകൾ കണ്ടിട്ടില്ലേ, എന്ത് കാര്യവും അവർക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ അവർ ചെയ്യുള്ളൂ എന്നുള്ളൊരു ഇതിലായിരിക്കും, അതായത് തുടങ്ങത്തേ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പെർഫെക്ഷനിസം നോക്കി ഒരുപാട് ലേറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് താമസിപ്പിക്കുന്നവരുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, അതായത് ചെയ്ത് തുടങ്ങാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കുറ്റബോധം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു മോട്ടിവേഷൻ ഇല്ലാതിരിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓവർവെൽംഡ് ആവുക എന്നുള്ളതാണ്, അതായത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാത്തൊരവസ്ഥ. ഇപ്പോൾ നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഹോം മേക്കേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ വ്യക്തിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് ഇങ്ങനെ ആലോചിച്ച് കുറേ നാളിങ്ങനെ മാറ്റി വെച്ചിട്ട് അവസാനം അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം ആൾക്കാരുടെ ഒരു സ്വഭാവം. അടുത്തെന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഒരു ഷോർട്ട് ടൈം പ്ലഷറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചൂസിങ് ഷോർട്ട് ടൈം പ്ലഷർ ഓവർ ലോങ് ടൈം റിവാർഡ്സ്. നമുക്കിപ്പോൾ തുടങ്ങേണ്ട ഒരു പ്രശ്നമേ ഉണ്ടായിരിക്കത്തുള്ളൂ, പക്ഷെ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് പോയിട്ട് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ കേസാണെങ്കിൽ ബുക്സ് എല്ലാം എടുത്ത് അടുത്ത് വെച്ചേക്കും, പക്ഷേ അവർ സ്റ്റാർട്ട് ചെയ്യത്തില്ല. അവർ അതിനിടയിൽ തന്നെ പോയിട്ട് എന്തെങ്കിലും TV കാണുകയോ അല്ലെങ്കിൽ ഫോൺ കാണുകയോ അങ്ങനത്തെ ഒരു കാര്യം, അതാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോമൺ എക്സാമ്പിൾ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിൽ തന്നെയാണ്. ചിലപ്പോൾ ചില കുട്ടികൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ചില ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോയി ഇരുന്നിട്ട് നേരെ തന്നെ ഫോൺ എടുത്തിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അവസാനം ചെയ്യാൻ വന്ന കാര്യം മറന്നു പോവുകയും അല്ലെങ്കിൽ അവസാനം മടിയാവുകയും ചെയ്യും. അതുപോലെ തന്നെ മെയിനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഹൗസ് ക്ലീനിങ് ചെയ്യുന്നതിന് ആരെങ്കിലും ഗസ്റ്റ് എന്തെങ്കിലും വരുന്നത് വരെ കാത്തിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോൾ ആരും ഇല്ലല്ലോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മാറ്റി വെക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ഞാനും റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. അതായത് അവർ കൃത്യസമയത്ത് ഒന്നും തന്നെ ചെയ്യത്തില്ല, ആരെങ്കിലും വരുന്നവരെ അല്ലെങ്കിൽ ഗസ്റ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഒരു ക്ലീനിങ് ഉണ്ട്, അല്ലെങ്കിൽ നീട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡിലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഡെഡ് എൻഡ് ആവുന്നത് വരത്തേക്കും അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ലാസ്റ്റ് സമയത്തായിരിക്കുള്ളൂ അവർ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത്. അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കോമൺ എക്സാമ്പിൾസ് ആണ്. അടുത്ത് നമുക്ക് ഇതിന്റെ എഫക്ട്സ് ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ നോക്കാം. പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ഒരു കാര്യം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടും. അതായത് നമ്മൾ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ പേരിലൊരു ഭയങ്കര ഒരു സ്ട്രെസ് ആയിരിക്കും. അതുപോലെ തന്നെ ആങ്സൈറ്റി, നമുക്കൊരു ഉത്കണ്ഠയായിരിക്കും, ഇതെപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റും, ചെയ്ത് തീരുമോ എന്നുള്ളൊരു ആങ്സൈറ്റി ഉണ്ടായിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പുവർ പെർഫോമൻസ് ഓർ മിസ്ഡ് ഡെഡ് ലൈൻസ്.
നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ അത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതൊരു പുവർ പെർഫോമൻസിലേക്ക് മാറുകയും അല്ലെങ്കിൽ അത് ഡെഡ് ലൈൻ മിസ്സാവുകയും ചെയ്യും. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഈ ഒരു ദിവസം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യത്തില്ല, നിങ്ങൾക്ക് ആ ഒരു ഡെഡ് ലൈൻ മിസ്സായി പോകും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗിൽറ്റ് ഓർ ഫ്രസ്ട്രേഷൻ വിത്ത് യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളിലൊരു ഫ്രസ്ട്രേഷനും ഒരു ഗിൽറ്റ് ഒക്കെ ഫീൽ ചെയ്യല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പണികളെല്ലാം ചെയ്ത് കൃത്യമായി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് രാവിലെ എന്തെങ്കിലും കൃത്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യം, അപ്പോൾ നമുക്ക് കുട്ടികളുടെ സ്കൂൾ ബസ് മിസ്സാവുന്നൊരു കേസ് വരും, അല്ലെങ്കിൽ ഒരു രാവിലെ ഭക്ഷണം കഴിക്കാതെ പോകുന്നത്, അങ്ങനത്തെയൊക്കെ കാര്യം വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു ഗിൽറ്റ് തോന്നും അല്ലേ, നമുക്ക് ഒരു കുറ്റബോധം തോന്നും, നമുക്ക് നമ്മളോട് തന്നെ ഒരു ഫ്രസ്ട്രേഷൻ തോന്നും. ഇതൊക്കെ ഈ പ്രോക്രാസ്റ്റിനേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന എഫക്ട്സുകളാണ്. അടുത്തെന്ന് പറയുന്നത് ലോവർ സെൽഫ് കോൺഫിഡൻസ് ഓവർ ടൈം. നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നഷ്ടപ്പെടും. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കഴിവതും ഒരു കാര്യങ്ങളും നിങ്ങൾ നീട്ടിവെക്കാതെ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളതും കൂടി നമുക്ക് പറയാം. ഹൗ ടു ഓവർകം ഇറ്റ് എന്നും കൂടി നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടാസ്കിനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് തരംതിരിക്കുക. ബ്രേക്ക് ടാസ്ക്സ് ഇൻടു സ്മാളർ സ്റ്റെപ്സ്. ഇപ്പോൾ ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നമ്മൾ വീട്ടമ്മമാരുടെ ഒരു കാര്യം പറയാം. നമുക്ക് ചിലപ്പോൾ വീട് മൊത്തത്തിൽ തന്നെ ഡീപ് ക്ലീനിങ് ആയിരിക്കാം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ഓരോ റൂമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിപ്പോൾ നിങ്ങൾ വീട്ടമ്മമാരാണെന്ന് വിചാരിച്ചിട്ട് ക്ലീനിങ്ങിൻ്റെ കാര്യം മാത്രം ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു കോഴ്സ് പഠിക്കാനായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാതെ ഒരു വലിയൊരു ടാസ്കിനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കി കൺവേർട്ട് ചെയ്യുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ടൈമേഴ്സ് യൂസ് ചെയ്യുക. ടൈമേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നമുക്ക് ടെക്നിക്കുകളൊക്കെ ഉണ്ട്. പൊമോഡോറോ ടെക്നിക്ക് ഉണ്ട്, അതുപോലെ തന്നെ 25 മിനിറ്റ്സ് വർക്ക് ഉണ്ട്, അതുപോലെ 5 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ട്. അങ്ങനെ ഒത്തിരി ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്കുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഒരു ടൈമർ യൂസ് ചെയ്തിട്ട് നമുക്ക് ജോലികൾ നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ടൈമർ യൂസ് ചെയ്തിട്ട് ജോലികൾ കൃത്യസമയത്ത് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഫോൺ നമ്മളുടെ ഏറ്റവും വലിയൊരു ശത്രുവാണല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കുക. നമ്മൾ ആ ഒരു സ്ഥലത്ത് ഫോൺ കാണുന്ന രീതിയിൽ വെക്കരുത്, ദൂരോട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഫോൺ യൂസേജ് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറേ വെബ്സൈറ്റ്സുകൾ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ആപ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ വെബ്സൈറ്റുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഇപ്പം നിങ്ങൾ ഒത്തിരി ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോളിങ്ങിൻ്റെ കാര്യം ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വെക്കാം, ആപ്സുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാം, വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മളെ എന്താണോ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഐറ്റംസ് ആയിരിക്കാം, അതായത് ഗാഡ്ജറ്റ്സുകളായിരിക്കാം. അതിൽ നിന്നൊക്കെ ടിവിയോ ഫോണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമ്മളുടെ അടുത്തുനിന്ന് മാറ്റി വെക്കുക. അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ഇത്ര സമയത്തിനുള്ളിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളൊരു ഡെഡ് ലൈൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ആ ഒരു സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുകയും വേണം. അപ്പം അത് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡായിരിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ സ്വയം ഒരു റിവാർഡ് കൊടുക്കുകയോ ടാസ്ക് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും, എനിക്കും സാധിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ പാമ്പർ ചെയ്യുകയും റിവാർഡ് ചെയ്യുകയും ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതുകയോ അല്ലെങ്കിൽ ഒരു ജേർണൽ എഴുതുകയോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ റിവാർഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഒത്തിരി മാറ്റം വരും. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ തോന്നും. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരാൾ നമ്മളോട് ഒരു ഇത് പറയുമ്പോഴത്തേക്കും, കോംപ്ലിമെന്റ് തരുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ തന്നെ വീണ്ടും വീണ്ടും ആ കാര്യം ചെയ്യാൻ തോന്നുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു റിവാർഡ് കൊടുക്കുക. അപ്പോൾ അത് എന്ത് തന്നെ വേണമെങ്കിലും ആവാം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിക്കുന്നതോ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സെൽഫ് കെയർ ചെയ്യുന്നതോ, എന്ത് കാര്യം വേണമെങ്കിലും ആവാം.
അപ്പം ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. എനിക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് ഞാൻ സെൽഫ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ട്. എസ്പെഷ്യലി റെസിപ്പീസ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ കുറച്ച് നേരം സംസാരിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റും, ഞാൻ നന്നായി ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുകയും സെൽഫ് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജോലികൾ വേഗം നടക്കുകയും ചെയ്യും. സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ 2 മിനിറ്റിനുള്ളിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ലോങ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന കാര്യം ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒത്തിരി നേരം നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സിലിട്ട് അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും തോറും നിങ്ങളുടെ ആ ഒരു സമയം നഷ്ടപ്പെടും. നിങ്ങൾക്ക് പിന്നെ അത് ചെയ്യാനുള്ളൊരു ഉത്സാഹം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാൻ തോന്നുന്നുവോ അപ്പം തന്നെ ചെയ്യുക. അത് പിന്നീടത്തേക്ക് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കരുത്. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു വേർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്നെല്ലാം നിങ്ങൾ കമന്റ് ചെയ്തേക്കണം. നിങ്ങൾ ഒരു പ്രോക്രാസ്റ്റിനേറ്റ് സ്വഭാവം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ കാണുമല്ലേ, അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുക. എന്ത് ചെറിയ കാര്യം വേണമെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നതായിരിക്കാം, ചിലപ്പോൾ റൂം ക്ലീൻ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, ഈവൻ നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടി ആയിരിക്കാം, യൂട്യൂബ് ചാനൽ. എന്ത് തന്നെയാണെങ്കിലും അടുത്ത നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുന്ന കാര്യത്തിലും പ്രോക്രാസ്റ്റിനേറ്റ് ആയി പോകരുത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സ്വഭാവം ഉള്ളവരാണെങ്കിൽ മുന്നേ എന്തൊക്കെ രീതിയിലാണ് ഓവർകം ചെയ്തിട്ടുള്ളത്, ഇതിൽ കൂടുതൽ പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കമന്റ് ചെയ്തേക്കണം, മറക്കരുത്. ഇപ്പോൾ ഒത്തിരി പേർക്ക് കമന്റ് ഇടാനായിട്ട് നല്ല മടിയാണ്. അപ്പം ഞാൻ ഓർക്കും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നില്ലയോ എന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ് കേട്ടോ എനിക്ക്. കാരണം വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത് നിങ്ങളുടെ കമന്റ്സിലൂടെയാണ്. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത്രയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നൊരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വേർഡ് കേൾക്കുമ്പോഴത്തേക്കും പേടിച്ചൊന്നും പോവണ്ട, അതൊരു ഭയങ്കര സംഭവമാണെന്നും വിചാരിക്കണ്ട. എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്, ഈവൻ എനിക്ക് പോലും ഉള്ളതാണ്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, ആ ഒരു നമ്മളുടെ കിച്ചണിലുള്ള ഒരു എക്സോസ്റ്റ് ഫാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു കാര്യമാണ്. എത്രയോ മാസങ്ങളായിട്ട് നാളെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. പക്ഷെ ഇന്നാണ് എനിക്ക് ശരിക്കും ഇത് ചെയ്യാനായിട്ട് ടൈം കിട്ടിയത്. അതും ഞാനല്ല ചെയ്തത്, ഞങ്ങൾ ശരിക്കും അർബനിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ആൾ വരാത്തത് കൊണ്ട് പിന്നെ ഇനിയും വെയിറ്റ് ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഞാനത് ക്ലീൻ ചെയ്ത് എടുപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും ഇത് നീണ്ടു പോയാൽ ഒരുപാട് അഴുക്ക് അതിൽ ചേരും. അപ്പോൾ പിന്നെ അത് നമുക്ക് ഒരിക്കലും അത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നി. അതുപോലെ തന്നെ എൻ്റെ അണ്ടർ സിങ്കിലുള്ള ഒരു ക്ലീനിങ്ങും അതും ഞാൻ ഒത്തിരി കാലമായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോയ കാര്യമാണ്. ഞാൻ ഓർത്തപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കാമെന്ന് കരുതി. കാരണം ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. ഇത്രയും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന എനിക്ക് പോലും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നീട്ടി വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വലിയ കുറ്റകരമായിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. അതിന് ഒരുപാട് അങ്ങനെ സ്ട്രെസ് ആവുകയും വേണ്ട. നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഈ സിങ്കിൻ്റെ അടിയിൽ വെച്ചേക്കുന്ന വൈറ്റ് കളർ ഓർഗനൈസർ, ഇത് ഞാൻ എപ്പോഴോ മേടിച്ചതാണ് കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചാണ്. 3-4 വർഷമായി. ഞാൻ മീഷോ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ എടുക്കുന്നത് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്തു തരുന്നത് മീഷോയിൽ നിന്നാണ്. മാത്രമല്ല എനിക്ക് കുറച്ചും കൂടി കംഫർട്ടാണ്. റേറ്റ് ഒത്തിരി കുറവായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മീഷോയിൽ നിന്ന് എടുക്കാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും മീഷോയിൽ നിന്ന് എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുത്തൊരു ഓർഗനൈസറാണിത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി വെക്കാറുണ്ട്. കഴിഞ്ഞ മാസം കഴുകിയില്ല, അപ്പോൾ ഈ മാസം കഴുകാമെന്ന് ഓർത്തിട്ട് അതൊക്കെ ഒന്ന് ഡീപ് ക്ലീനിങ് ചെയ്തു. പിന്നെ എൻ്റെ സോപ്പ് പൗഡറും സോപ്പും കുളിക്കുന്ന സോപ്പും സ്ക്രബ്ബറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ നല്ലപോലെ മിസ്സായതാണ് കേട്ടോ. ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ അത് ഇന്ന് തന്നെ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതും കൈയോടെ ചെയ്തിട്ട്
ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്തു. ഫുള്ളായിട്ടൊന്ന് ഡസ്റ്റിങ് ചെയ്ത് എടുത്തേക്കുവാണ്. ഞാൻ ഓൾറെഡി ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ക്ലീൻ ചെയ്തതായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ദീപാവലി അടുത്തല്ല, അപ്പോൾ 20-ാം തീയതിയാണ് ദീപാവലി. അപ്പോൾ അതിന് മുന്നേ തന്നെ വീടെല്ലാം ഒന്ന് ഡസ്റ്റിങ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്തത്. ദീപാവലി വരാനായിട്ട് ഇനിയും ദിവസങ്ങൾ ഉണ്ടെന്നറിയാം, പക്ഷെ എന്നാലും അതുവരെ കാത്തിരിക്കണ്ടല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ കൂട്ടി തന്നെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തത്. ഓൾറെഡി വീട് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, എന്നാലും നമുക്ക് കുറച്ചും കൂടി വിട്ടുപോയ ഭാഗങ്ങൾ ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ദീപാവലി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ദീപാവലി ക്ലീനിങ് അല്ല, ഇത് ശരിക്കും നമ്മൾ റുട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോരുന്ന ക്ലീനിങ് തന്നെയാണ് കേട്ടോ. അതിന് ഞാൻ എപ്പോഴും ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല. അപ്പം നിങ്ങൾ ഇതുവരെയും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് പറയണം. ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് നല്ല മഴ പെയ്തായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇനി എനിക്ക് റെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എപ്പോഴും 1-2 മണിക്കൂർ മാത്രമാണ് ക്ലീനിങ്ങിന് എടുക്കത്തുള്ളൂ ആമി സ്കൂളിൽ വിട്ടതിന് ശേഷം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12:30 വരെ ഞാൻ മാക്സിമം ഇതുപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സിനിമ കാണും. ഞാൻ ഹസ്ബൻഡും കൂടി ഇരുന്നാണ് ഇന്ന് ഒരു സിനിമ കണ്ടത്. നടികർ എന്ന് പറയുന്ന നമ്മുടെ ടോവിനോയുടെ സിനിമയാണ് കേട്ടോ കണ്ടത്. വലിയ കുഴപ്പമില്ല മൂവി, എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും വൺ ടൈം കാണാനുള്ളതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവിയാണ് കേട്ടോ. അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ ഒരു മൂവിയൊക്കെ കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു മൂവി കാണും, അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ കാണും. അപ്പോൾ ഡെയിലി ഞാൻ കുറേശ്ശെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.